ദേഷ്യത്തിലാണോ? ഇതൊക്കെ എത്തിക്കാം. നാളെ രാവിലെ എത്തിച്ചാ പോരെ? അതെല്ലാം വേണം, അല്ലാണ്ട് അത് മറന്നു ഇത് മറന്നു ഒന്നും പറയരുത്. എടി അവൻ ഉറങ്ങിയില്ലേ? ഉച്ചക്ക് ഇറങ്ങിയാൽ നിന്റെ ഉറക്കൊക്കെ കണക്കന്നെ. അതെ, ട്രിപ്പ് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് വന്നോട്ടെ. എന്റെ സ്വർണ്ണം എടുത്തരാ, അത് ഇങ്ങോട്ട് വരണ്ട. ഒന്ന് മിണ്ടായിരിക്കണം, പോയി കിടക്കണം. കൊടുക്കും, ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ. ആടാ നജു, കളിക്കാനോടാ സത്യ നീ? വീട്ടിലേക്ക് വന്നില്ല. നജുവിന് വാപ്പ ഒരു പാട്ട് പാടി തരട്ടെ? വേണ്ട. എന്നാ വാപ്പ ഒരു കഥ പറഞ്ഞുതരാം. അമ്പടാ, നിനക്ക് ഭൂതത്തിന്റെ കഥ ഇഷ്ടം? ശരി, അപ്പൊ പറഞ്ഞുതരാട്ടാ. പക്ഷെ നീ നേരെ കേക്കണം. ഒരു നാട്ടില് ഒരു മീൻപിടുത്തക്കാരനുണ്ടായിരുന്നു. ആളൊരു ദിവസം കടലിൽ ഇങ്ങനെ മീൻ പിടിക്കാൻ പോയി. അമ്പടാ, അപ്പൊ എനക്ക് ഭൂതത്തെ പേടിയില്ല? എന്നാ ഞാൻ എന്നെ പേടിപ്പിക്കുന്ന ഒരു കഥ പറയട്ടെ. ഒരു ദിവസം രാത്രി അത്ത ഒറ്റയ്ക്ക് ഒരു ഓട്ടം കഴിഞ്ഞ് ഇങ്ങനെ വരികയാണ്. റോഡിലൊന്നും ആരുമില്ല, മൊത്തം ഇരുട്ട്. നല്ല മഞ്ഞുള്ളതുകൊണ്ട് വണ്ടീൻ്റെ വെളിച്ചത്തിൽ റോഡ് മാത്രം കഷ്ടിച്ച് കാണാം. പോരാത്തിന് നല്ല കിട്ടുകിട്ടാ വരയ്ക്കണ തണുപ്പും, വണ്ടീൻ്റെ ഗ്ലാസ് പോലും തുറക്കാൻ പറ്റാത്ത അത്രയും തണുപ്പ്. അങ്ങനെ പോകുന്ന സമയത്ത് ദൂരെ നിന്ന് ഏതോ ഒരു രൂപം റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന പോലെ എനിക്ക് തോന്നി. അടുത്തെത്തിയപ്പോഴാണ് അതൊരു സ്ത്രീയാണെന്ന് എനിക്ക് മനസ്സിലായത്. മുഷിഞ്ഞ കുപ്പായക്കെട്ട ഒരു വയസ്സായ സ്ത്രീ. നീ നമ്മുടെ പ്രാന്ത് പിടിച്ച് റോഡിലൂടെ നടക്കുന്ന കുരുടിമുത്തിയമ്മയെ കണ്ടിട്ടില്ലേ? അതുപോലത്തെ ഒരു രൂപം. അവരുടെ കയ്യിൽ എന്തോ ഒരു സെഞ്ചിയുണ്ട്. എൻ്റെ വണ്ടീൻ്റെ വെളിച്ചം കണ്ടിട്ടും അവരൊന്ന് നോക്കുപോലും ചെയ്തില്ല. അജു, നീ ഉറങ്ങിയാ? എന്നിട്ടത്ത് ഇങ്ങനെ അവരെയും കടന്നുപോയി. എന്നാൽ ഈ പാതിരാത്രിക്ക് അവരെവിടെയായിരിക്കും പോവാന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതാ ഒരു സെഞ്ചി തൂക്കി വീണ്ടും ആരോ നടന്നു പോകുന്നു. ഞാൻ പതിയെ വണ്ടിയുടെ സ്പീഡ് കുറച്ചു. സൂക്ഷിച്ച് നോക്കിയപ്പോൾ അതാ നേരത്തെ കണ്ട അതേ രൂപം. അത്താൻ്റെ ഉള്ളൊന്ന് ആളി. ഞാൻ വേഗം സ്പീഡ് കൂട്ടി വണ്ടി നിർത്താതെ അവരെയും കടന്നു പോയി. പോകുന്നതിനിടയ്ക്ക് അറിയാതെ വണ്ടീൻ്റെ കണ്ണാടി നോക്കിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച എൻ്റെ നജു, അത് ഓർത്താൽ തന്നെ പേടിയാവുന്നു. ചോരയിൽ കുളിച്ച് നിൽക്കുന്ന ആ സ്ത്രീയുടെ മുഖം. നിനക്ക് പേടിയാവുന്നുണ്ടാ? ഉണ്ടെങ്കിൽ പറയണട്ടാ. എന്നിട്ട് ഞാൻ വണ്ടിയുടെ സ്പീഡ് മാക്സിമം കൂട്ടി. അവിടെ നിന്ന് കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ നേരത്തെ കണ്ട അതേ പെണ്ണ് ദേ എൻ്റെ വണ്ടിയുടെ മുമ്പിൽ നിൽക്കുന്നു. വണ്ടി നല്ല സ്പീഡിൽ ഇങ്ങനെ പോയതുകൊണ്ട് പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല. അവസാനം ഞാൻ രണ്ടും കൽപ്പിച്ച് കണ്ണു അടിച്ച് ബ്രേക്കിൽ ഒരൊറ്റ ചവിട്ടി. നിക്കനച്ചു, ഞാൻ പറയാം. ഞാനിങ്ങനെ വണ്ടിയുടെ മുമ്പിലേക്ക് കണ്ണോടിച്ച് നോക്കി. മുമ്പിൽ ആരും ഉണ്ടായിരുന്നില്ല. പതിയെ ഞാനിങ്ങനെ വണ്ടിയുടെ ഗ്ലാസ് താഴ്ത്തി നോക്കി. അപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ട് ഞെട്ടിയത്. നീ ബേജാറാവലടാ, ഞാൻ പറഞ്ഞു തരാം. നമ്മളെ ഈ ഇറച്ചിക്കടയിലൊക്കെ പോകുമ്പോൾ നീ ആടിൻ്റെയും പോത്തിൻ്റെയും തലറത്ത് വെച്ചത് കണ്ടിട്ടുണ്ടാ? അതുപോലെ ആ സ്ത്രീയുടെ സെഞ്ചിയിലെ ഒരു മനുഷ്യൻ്റെ തലറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സെഞ്ചിന്ന് ചോര എങ്ങനെ ടിറ്റ് വീഴുന്നുണ്ട്. ആ ചുവന്ന വെളിച്ചത്തിലെ
ആ മനുഷ്യൻ്റെ മുഖം വാപ്പ ശരിക്കും കണ്ടു. ആ തല ആരുടേന്നറിയോ? ചെക്കൻ്റെ മുമ്പിലാണ് അങ്ങനെയൊക്കെ പറയണേ. മതി ഇങ്ങടെ വർത്താനം. മാങ്ങാടിത്തല சொல்லுமா என்ன? அவ போன் சுவிட்ச் ஆஃப்ல தான் இருக்கு. அந்த புள்ளோட கூட்டுக்காரியோட நம்பர் இருந்தா கூப்பிட்டு கேளு. நீ ஆவலாதிப்படாதம்மா, சமாதானமா இரு, நான் கூப்பிடுறேன். எனக்கு ரொம்ப Your calling is currently switched off. Please try later. ನೀವು ಕರೆ ಮಾಡುತ್ತಿರುವ ನಂಬರ್ ಸದ್ಯ ಸ್ವಿಚ್ ಆಫ್ ಆಗಿದೆ. ದಯವಿಟ್ಟು ಸ್ವಲ್ಪ ಸಮಯದ ನಂತರ ಪ್ರಯತ್ನಿಸಿ. जिस नंबर से आप संपर्क करना चाहते हैं वो अभी स्विच ऑफ है. कृपया कुछ समय पश्चात प्रयास करें. The number you're calling is currently switched off. Please try later. ನೀವು ಕರೆ ಮಾಡುತ್ತಿರುವ ನಂಬರ್ ಸದ್ಯ ಸ್ವಿಚ್ ಆಫ್ ಆಗಿದೆ. ದಯವಿಟ್ಟು ಸ್ವಲ್ಪ ಸಮಯದ ನಂತರ ಪ್ರಯತ್ನಿಸಿ.